ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊബൈൽ കേസ് പെയിൻറ്റിംഗ് ആണ്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അതുകൊണ്ട് നമ്മളിവിടെ ട്രാൻസ്പെറൻറ്റ് ഫോൺ കവർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഇന്ന കളറൊന്നോ വലിപ്പമൊന്നോ ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ അക്രിലിക് കളറാണ് എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ റെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫൈൻ പോയിൻറ്റ് ബ്രഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതേ നമ്മളിവിടെ ഒരു കിറ്റിനെ പേപ്പറിൽ വരച്ച് അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവറിൽ തന്നെ വരയ്ക്കേണ്ടവർക്ക് അങ്ങനെ വരയ്ക്കാം. നമ്മളിവിടെ ഈ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തേക്കുവാണ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫോണിൻ്റെ അകത്തായിട്ടാണ് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്, പുറത്തല്ല, അകവശത്തായിട്ട്. നമ്മൾക്ക് എങ്ങനെ ഏത് രീതിക്കാണോ ഇരിക്കേണ്ടതെന്ന് നോക്കിയിട്ട് അതിനെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ആ കിറ്റിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞങ്ങളുടെ നമ്മൾ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് കൊടുത്ത് അതിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് അതിൽ വൈറ്റ് കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഔട്ട്ലൈനിൻ്റെ പുറത്തോട്ട് പെയിൻറ്റ് പോകരുത്, അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത് പോണക്ക് അടിച്ചു കൊടുക്കുക. ഇനി നമ്മളിവിടെ പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലൈൻ നമ്മളൊന്ന് വരച്ചു കൊടുക്കുവാണ്. വൈറ്റ് കളർ കൊണ്ട് തന്നെയാണ് ഇപ്പം വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് കൊടുത്തിരുന്നു. വീണ്ടും നമ്മൾ ഒരു കോട്ട് പെയിൻറ്റും കൂടെ അടിച്ചു കൊടുക്കുവാണ്. ആ കവർ കാണാതെ ഫിനിഷ് ആകുന്നത് പോണക്ക് നമ്മൾ ഈ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. അതിപ്പോൾ എത്ര 2 or 3 കോട്ട് വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ റെഡ് കളർ പെയിൻറ്റ് എടുത്തു. അതിനകത്തോട്ട് കുറച്ച് വൈറ്റ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. പിങ്ക് കളറല്ല, പിങ്കിനെക്കാട്ടിലും റെഡിൻ്റെയും പിങ്കിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറാണ് നമ്മൾ ആക്കി കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ പിങ്ക് ആക്കണമെങ്കിൽ ആക്കാം. ഇനി നമുക്കിത് ഈ ഔട്ട്ലൈനിൻ്റെ പുറത്തുകൂടി ഈ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അതിനടുത്തുള്ള ആ ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ എന്ന് വിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. നമ്മുടെ ഈ ചാനലിൽ ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. നമ്മൾ ഈ കളർ തന്നെ കവർ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കുവാണ്.
ഇനി നമുക്ക് ബ്ലാക്ക് കളർ എടുത്ത് ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഔട്ട്ലൈനൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലുള്ള ഇതെന്തുവാ, മീശയാണോ ആയിരിക്കുമല്ലേ? അതിങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം രണ്ട് സൈഡിലായിട്ടും. പിന്നെ നമുക്ക് വായൊന്ന് വരച്ചു കൊടുക്കാം. ഇനി കണ്ണ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബോയ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡായിട്ട് തോന്നിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ആ ബോ വരുന്നത്. ഇനി നമുക്കിത് ആ റൂബി കളർ ഇതിൻ്റെ അകത്തും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് റൂബി ആണോ മജന്തയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കളറ് വ്യക്തമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നേരെ ബോയ്ക്ക് നമ്മൾ കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബ്ലാക്കും കൊണ്ട് ഒന്നും കൂടി അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഇതേ വരച്ചു കൊടുക്കാം. ഇനി നമ്മളിവിടെ കുറച്ച് വലുപ്പത്തിലുള്ളൊരു ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് വശമാണ് നമുക്ക് വേണ്ടത്. വൈറ്റ് കളർ പെയിൻ്റ് എടുത്ത് ബാക്ക് വശം അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഡോട്ട് ഇടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്രഷ് എടുത്തിരിക്കുന്നത്. അടിവശം റൗണ്ടിലിരിക്കുന്ന എന്ത് ബഡ്സോ അല്ലെങ്കിൽ ബ്രഷോ പെൻസിലോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക.
അപ്പം നേരെ നമ്മുടെ ഫോൺ കവർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. നമ്മൾ ഇത്തരം കവറൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും. അതേസമയം കുറച്ച് പെയിൻറ്റും ഒരു ബ്രഷും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.